മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ പുതിയ സിലബസ് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പുതിയ സിലബസിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട കുറെ കോൺസെപ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ പ്രത്യുൽപാദന ആരോഗ്യം. കഴിഞ്ഞ വർഷം വരെ ബേസിക് ആയിട്ടുള്ള അനാട്ടമി മാത്രം പഠിപ്പിച്ചു പോയിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. പക്ഷെ ഈ ഒരു പുതിയ സിലബസിലേക്ക് അതിന്റെ ജനറൽ ആയിട്ടുള്ള ടേംസുകളും സോഷ്യലി അതെങ്ങനെയൊക്കെ അറിയണം, നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ ചാപ്റ്റർ പഠിക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ പഠിച്ചാലാണ് ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റുക എന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ പ്രത്യുൽപാദന ആരോഗ്യം എന്ന ഈ ചാപ്റ്റർ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ട് രീതിയിൽ നമ്മൾ പഠിക്കണം. ഒന്ന്, ഇതിന് അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അവർ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള ഇവന്റ്സുകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ ഇവന്റ്സ് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾ ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് അത് ഭാഗങ്ങൾ ഓരോന്നും മനസ്സിലാക്കി അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പിന്നീടുള്ളതാണ് എംബ്രിയോ ഡെവലപ്മെന്റും അത് കഴിഞ്ഞ് ചൈൽഡ് ബർത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, അതുപോലെ തന്നെ തേർഡ് ട്രൈമസ്റ്ററിലുള്ള ചേഞ്ചസ് എങ്ങനെയാണ്, ഏതൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, അപ്പം മദറിലാണെങ്കിലും ചൈൽഡിലേക്കാണെങ്കിലും എന്തൊക്കെ ചേഞ്ചസ് വരുന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ പ്രോസസ്സുകൾ പഠിക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ആന്റിനേറ്റൽ കെയർ, പ്രസവകാല ശുശ്രൂഷകൾ എങ്ങനെ വേണം, മദറിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതായത് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടും വരുന്ന ചേഞ്ചസ് എന്താണ്, ആ സമയത്ത് ഒരു മദർ ചെയ്യേണ്ട ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ്, ഹെൽത്തി ടിപ്സ് എന്താണ്, ഇതൊക്കെ ജനറൽ ആയിട്ടും പലർക്കും ഇക്കാലത്ത് അറിയത്തില്ലാത്ത കാര്യമാണ്. അപ്പൊ അതൊക്കെ ബേസിക് എഡ്യൂക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു വരികയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലൂടെ. അപ്പൊ ഇവിടെ ഇതേ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാം. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, എന്തൊക്കെ ബാഡ് ഹാബിറ്റ്സ് നമ്മൾ ഒഴിവാക്കണം, എന്തൊക്കെ ഹെൽത്തി ഫുഡ് നമ്മൾ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തണം എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജഷനും സർക്കുലേഷനും ഒക്കെ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ലൈഫ് പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡ് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്തൊക്കെയാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഫെർട്ടിലൈസേഷൻ നടന്ന് കുട്ടി ഉണ്ടാവുന്നതും ചൈൽഡ് ഡെവലപ്മെന്റും കാര്യങ്ങളും, അതേസമയം അവിടെ കുട്ടിക്ക് ഉണ്ടാകുന്ന കൊളസ്ട്രോൾ, അതായത് നമ്മൾ കൊടുക്കുന്ന മുലപ്പാലിലൊക്കെ എന്തോരം ന്യൂട്രീഷ്യൻസ് ഉണ്ട്, എന്തോരം, അതായത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉടനീളം വേണ്ട ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് അമ്മയിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്ന മുലപ്പാലിലൂടെയാണ്. അപ്പം അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നമ്മൾ ആദ്യം കാണുന്നുണ്ട്. രണ്ടാമത്തെ ഫേസിൽ വരുമ്പം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് മിസ് പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെയാണ് ഡിസീസസ് എന്ന് നമ്മൾ പഠിക്കാനുണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ അതിനെ പ്രതിരോധിക്കാം, എങ്ങനെയൊക്കെ ഹെൽത്തി റീപ്രൊഡക്റ്റീവ് സ്റ്റൈൽസ് നമുക്ക് കൊണ്ടുവരാം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇവിടെ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുവരുന്നതാണ് കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വാക്സിനേഷൻസ് ഏതൊക്കെ. ഇതൊന്നും നമുക്ക് അറിയത്തുകൂടിയില്ല, ചിലപ്പം ഇത്രയും വലുതായിട്ട് കൂടെ നമുക്ക് അറിയത്തില്ലാത്ത കുറെ കാര്യങ്ങളായിരിക്കും. അതും ഒരു ബേസിക് എഡ്യൂക്കേഷൻ ആയ രീതിയിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇനി അതുകൂടാതെ തന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് എഡ്യൂക്കേഷൻ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം കാണുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ, ചൈൽഡ് ഡെവലപ്മെന്റ് സ്ട്രക്ചർ ഒക്കെ ലേബൽ ചെയ്യാനും അത് റീഡ്രോ ചെയ്യാനും വരയ്ക്കാനും നിങ്ങൾ പഠിക്കേണ്ടതാണ്. പിന്നീട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തി ഫുഡ് ഡയറ്റ്സ് ഏതാണ്, വാക്സിൻസ് യൂസ് ചെയ്യുന്നത് ഏതാണ്, ഒരു മദറിലേക്ക് വരുമ്പം എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ദ കൊളസ്ട്രോൾ, അതൊക്കെ എന്താണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആൻഡ് ഫൈനലി സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും ഏതൊക്കെയാണെന്ന് 2, 3 മാർക്കിനും അതുമാത്രമല്ല 4 മാർക്കിനും വരെ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ് മിസ് പറഞ്ഞ ടോപ്പിക്സ് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ